പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിൻ്റെ ആഘാതങ്ങളെന്ത്, പ്രത്യാഘാതങ്ങളെന്ത്, അത് കേരള സമൂഹത്തിന് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കിയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരല്പം വിശദമായി എൻ്റെ പ്രേക്ഷകരോട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. എനിക്ക് ഹൈക്കോടതിയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ദിവസം തിരുവനന്തപുരത്ത് നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷം യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ചെയ്യുന്നതിന് തടസ്സമുണ്ടായത്, ഒരല്പം താമസമുണ്ടായത്. പക്ഷേ മലയാളി വാർത്തയിൽ ഓഡിയോ വഴി ഞാൻ എൻ്റെ പ്രേക്ഷകരോട് അല്ലാതെയും സംവദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അതുകൊണ്ടാണ് പ്രതിപക്ഷം യൂട്യൂബ് ചാനലിൽ എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നതിനൊരല്പം കാലതാമസം ഉണ്ടാക്കിയത്. അതൊന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഞാനിന്ന് ഒരല്പം വിശദമായി ശ്രമിക്കാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും SFIയും തമ്മിലുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് ഇന്നിപ്പോൾ ഒരല്പം ശമനം ഉണ്ടായിട്ടുണ്ട്. ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പോരാട്ടത്തിലൂടെ എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടായത് എന്നുള്ളതാണ്. ആ പോരാട്ടത്തിലൂടെ കേരള പൊതുസമൂഹത്തിൽ എന്തെങ്കിലും നേട്ടങ്ങളുണ്ടായോ എന്നുള്ള ഒരു വിഷയമാണ് ഞാനിന്ന് നിങ്ങളുമായി, എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വച്ച് SFIയുടെ പ്രവർത്തകർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വണ്ടിക്ക് മുമ്പിലേക്ക് ചാടി വീഴുകയും അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ ചില്ല് ഇടിച്ചു പൊട്ടിക്കാനൊക്കെ ശ്രമിക്കുകയും അദ്ദേഹത്തെ കരിങ്കൊടി കാണിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഈ ഗവർണറും ഈ SFIക്കാരുമായി ഉള്ള ഈ പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നത്. സുഹൃത്തുക്കളെ, അന്നെന്താ ശരിക്കും സംഭവിച്ചത്? അതെനിക്കൊന്ന് പേട്ടയിൽ വെച്ചാണ് തോന്നുന്നു, വൈകിട്ട് 7:30 മണി സമയത്ത് SFIയുടെ കുറേ ക്രിമിനലുകൾ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ എൻറ്റൂറേജ്, അദ്ദേഹത്തിൻ്റെ വാഹനം വരുമ്പോൾ അതിനെതിരെ ചാടി വീഴുകയും അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ വന്ന് അപകടകരമായി കൈകൊണ്ടിടിക്കുകയും ചില്ലിലിടിക്കുകയൊക്കെ ചെയ്ത സംഭവത്തോടുകൂടിയാണ് ഈ ഗവർണറും SFIക്കാരും തമ്മിലുള്ള ഈ ഫ്രിക്ഷൻ, ഈ സംഘർഷം ആരംഭിക്കുന്നത്. അങ്ങനെ ആരംഭിച്ച അവസരത്തിൽ തന്നെ ഗവർണർ ഈ SFIയുടെ ക്രിമിനൽ സംഘത്തിന് ഒരു സന്ദേശം നൽകി. എന്തായിരുന്നു സന്ദേശം? ആ സന്ദേശം, SFIക്കാർ എനിക്കെതിരെ എന്നെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചാൽ, SFIക്കാരനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഞാൻ സാധാരണ ഉണ്ടാകുന്നതുപോലെ പിന്തിരിഞ്ഞ് വാലും ചുരുട്ടി ഓടുകയില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ വെച്ച് തന്നെ തെളിയിച്ചു. എങ്ങനെ തെളിയിച്ചു? സാധാരണഗതിയിൽ SFIക്കാർ വന്ന് ഇങ്ങനെ ആക്രമിക്കാനൊക്കെ തുടങ്ങുമ്പോൾ വണ്ടിയിലിരിക്കുന്നവർ ഏതെങ്കിലും ബൈലൈനിൽ കൂടെ വണ്ടിയിൽ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നതെങ്കിൽ അതിന് പകരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വണ്ടി അവിടെ നിർത്തിയിട്ട് ആ രാത്രി ഈ SFIക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് വാടാ എന്ന് പറഞ്ഞു. കം ക്രിമിനൽസ് എന്നാണ് പറഞ്ഞത്. കം എന്ന് പറഞ്ഞു. കം ക്രിമിനൽസ്, കം ബ്ലഡി ക്രിമിനൽസ്, കം ബ്ലഡി കവാർഡ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ SFI ക്രിമിനലുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നത്. അതിനെ തുടർന്ന് ഈ ക്രിമിനലുകൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അവരവിടെ നിന്ന് വാലും ചൂട്ടി ഓടി രക്ഷപ്പെട്ടു. അതിനെ തുടർന്ന് SFI എന്ത് പ്രഖ്യാപിച്ചു? SFI പ്രഖ്യാപിച്ചു കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലേക്ക് ഗവർണറെ കാലുകുത്തിക്കില്ല എന്ന്. അത് ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധവും ഏകാധിപത്യവും ഫാസിസവുമായിരുന്നു എന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? ഇപ്പോൾ ഗവർണർക്കെതിരെ SFI സമരം ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് കാരണം സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാവ്യവൽക്കരണത്തിന് ഗവർണർ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു SFIയുടെ സമരം. അങ്ങനെ സമരം ചെയ്യാനുള്ള എല്ലാ യോഗ്യതയും SFIക്കുണ്ട്. ഭരണഘടനാപരമായി ഈ ആവശ്യം ഉയർത്തി ഗവർണർക്കെതിരെ SFIക്ക് സമരം ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ അത്തരം ഒരു സമരത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഗവർണറെ, അതോടൊപ്പം തന്നെ സർവകലാശാലകളുടെ ചാൻസലറായിട്ടുള്ള ഗവർണറെ കാലിക്കറ്റ് സർവകലാശാലയിൽ കാലുകുത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ള SFIയുടെ പ്രഖ്യാപനം ഏറ്റവും വലിയ ഏകാധിപത്യപരമായിട്ടുള്ളൊരു പ്രഖ്യാപനം.
അതായത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സെക്രട്ടേറിയറ്റിൽ കാലുകുത്തിക്കാൻ അനുവദിക്കില്ല എന്ന് എന്തെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടന പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലത്തെ ഒരു പ്രഖ്യാപനമാണ് SFI നടത്തിയത്. ആ പ്രഖ്യാപനം നടത്തിയപ്പോഴത്തേക്ക് അതിന് മറുപടിയായിട്ട് എന്താ ഗവർണർ പറഞ്ഞത്? ഗവർണർ പറഞ്ഞു, ശരി, എന്നാലൊന്ന് നോക്കാം, ഞാനിതാ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയുടെ ക്യാമ്പസിലേക്ക് ചെല്ലുകയാണ്. 16-ാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. ക്യാമ്പസിലേക്ക് ചെന്നു. ആ ക്യാമ്പസിലേക്ക് ചെന്നപ്പോൾ എന്താ സംഭവിച്ചത്? ആ ക്യാമ്പസിലേക്ക് ചെന്ന ഗവർണറെ ഏറ്റവും അപകീർത്തികരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് SFI നേതാവും ക്രിമിനലുമായിട്ടുള്ള PM മാർഷോ എന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ SFIക്കാർ ഗവർണറെ നേരിടാൻ വേണ്ടിയിട്ടൊരു ശ്രമം അവിടെ നടത്തുകയായിരുന്നു. അവിടെ അവർ നടത്തിയിട്ടുള്ള ശ്രമം എത്രത്തോളം അപമാനകരമായിരുന്നു എന്നുള്ളതും എത്രത്തോളം അപകീർത്തികരമായിരുന്നു എന്നുള്ളതും നമ്മളെല്ലാവരും ചാനലിൽ കണ്ടതാണ്. തെമ്മാടി എന്ന് വിളിക്കുന്നു ഗവർണറെ, ചെറ്റേ എന്ന് വിളിക്കുന്നു ഗവർണറെ എന്ന് മാത്രമല്ല, ഡോണ്ട് സ്പിറ്റ് ഹാൻഡ്സ് ആൻഡ് പാൻ പരാഗ് ഇൻ ദ ക്യാമ്പസ് എന്നുള്ള ബാനർ ഉയർത്തുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ അടിച്ച് കിറുങ്ങിയിരുന്നു കൊണ്ടാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതുപോലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നത് എന്നുള്ളതല്ലായിരുന്നു അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ നിലയിൽ ഏറ്റവും തരം താഴ്ന്ന നിലയിൽ കേരളത്തിൽ ഏറ്റവും ഉന്നതമായൊരു ഭരണഘടനാ സ്ഥാനം വഹിക്കുന്ന വന്ധ്യവയോധികനായിട്ടുള്ള കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ഈ SFIയുടെ ക്രിമിനലുകൾ അദ്ദേഹത്തെ എതിർക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. ഈ ആർഷോ എന്ന് പറഞ്ഞവൻ പോലീസിനെ പന്നി എന്ന് വിളിക്കുന്നത് നമ്മൾ കണ്ടു. ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ഗവർണറെ എതിർക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഗവർണർ അവിടെ അതിന് മുന്നിൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ സക്കംബ് ചെയ്യുകയാണ് ചെയ്തത്. അല്ല, ഗവർണർ നെഞ്ചി വിരിച്ച് നിന്നു. ഗവർണറുടെ ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിച്ചു. പിറ്റേന്ന് ഗവർണർ എന്ത് ചെയ്തു? പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഗവർണർക്കെതിരായിട്ട് ബാനർ കണ്ടു. അത് ഊരണം എന്ന് പറഞ്ഞത് ഊരി മാറ്റണം എന്ന് പോലീസിനോട് പറഞ്ഞു. ആ പോലീസ് 6 മണിക്കൂർ കഴിഞ്ഞിട്ടും അത് ചെയ്തില്ല. അതിനെ തുടർന്ന് ഗവർണർ ഇറങ്ങി വന്ന് ആ ബാനർ നശിപ്പിച്ചു. അതിനെതിരെ ബാനർ ഉയർത്തിക്കൊണ്ട് SFIക്കാരൻ സമരമൊക്കെ ചെയ്തു. പക്ഷേ ആത്യന്തികമായി സംഭവിച്ചത് എന്താ? ആത്യന്തികമായി സംഭവിച്ചത് ഈ SFI എന്ന് പറഞ്ഞ ക്രിമിനൽ സംഘടന തൻ്റെ മുമ്പിലൊന്നുമല്ല, ഒരു മൂട്ട പോലുമല്ല എന്ന് ഗവർണർ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ജനങ്ങളുടെ മുന്നിൽ തെളിയിച്ചു കൊടുത്തു. SFIക്കാരൻ തുണിയും പറിച്ചുകൊണ്ട് വിവസ്ത്രരായി ഓടേണ്ടി വന്നു. അപ്പോൾ ഗവർണറുടെ ഈ പോരാട്ടത്തിൻ്റെ ഒന്നാമത്തെ വിജയം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാമത്തെ വിജയം എന്ന് പറഞ്ഞാൽ SFI എന്ന് പറഞ്ഞ ഈ ക്രിമിനൽ സംഘടന, ആ സംഘടന വെറും ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീണ ഒന്നാണെന്നും തൻ്റെ മുമ്പിൽ SFI എന്ന് പറഞ്ഞ സംഘടന ഒന്നുമല്ല എന്നും ഗവർണർ കാണിച്ചു കൊടുത്തു. അതിൻ്റെ പ്രാധാന്യം എന്താ സുഹൃത്തുക്കളെ? നമുക്കറിയാം, കഴിഞ്ഞ 1-2 പതിറ്റാണ്ട് കാലങ്ങളായി കേരളത്തിൻ്റെ സർവകലാശാലകളെ അടക്കി ഭരിക്കുന്ന SFI എന്ന് പറഞ്ഞ ഈ സംഘടനയാണ്. ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ SFIയുടെ നേതാക്കന്മാരുടെ മുന്നിൽ ഇരിക്കാൻ പറഞ്ഞാൽ കിടന്ന് ഉരുളുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. സർവകലാശാലകളിലെ അധ്യാപകർ അവർ തൊഴുകൈകളോടെയാണ് SFIക്കാരൻ്റെ മുന്നിൽ നിന്നതെന്നാണ് നമ്മൾ കണ്ടത്. തോറ്റാൽ SFIക്കാരൻ തോറ്റാൽ ജയിപ്പിക്കും. SFIക്കാരന് വേണ്ടി മാർക്ക് തട്ടിപ്പ് നടക്കും. SFIക്കാരന് വേണ്ടി വ്യാജരേഖ തയ്യാറാക്കും. SFIക്കാരന് വേണ്ടി ആൾമാറാട്ടം നടക്കും. SFIക്കാരനെ ഈ സർവകലാശാല തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുകയുള്ളൂ. SFIയുടെ ഏകാധിപത്യം, അവരുടെ ഏക ഛത്രാധിപത്യം, അതല്ലേ നമ്മൾ കേരളത്തിലെ 9 സർവകലാശാലകളിലും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുകയല്ലായിരുന്നോ ഈ പ്രതിപക്ഷ സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും ഉൾപ്പെടെ? നിസ്സഹായരായി ലജ്ജിച്ചു തലതാഴ്ത്തി നിൽക്കുകയല്ലായിരുന്നോ ഈ SFIക്ക് മുന്നിൽ പൊതുസമൂഹം? ആ പൊതുസമൂഹത്തിന് മുന്നിൽ SFI എന്ന് പറഞ്ഞ ഈ സംഘടന ഒന്നുമല്ല, അത് വെറും ഒരു കടലാസ് സംഘടനയാണെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ വന്ധ്യവയോധികൻ 72 വയസ്സുകാരൻ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പോരാട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം. രണ്ടാമത്തെ ഒരു നേട്ടം എന്താ? രണ്ടാമത്തെ ഒരു നേട്ടം പിണറായി വിജയൻ ആരാണെന്ന് കാണിച്ചു കൊടുത്തു. പിണറായി വിജയൻ വെറും ഒരു കടലാസ് പുലിയാണെന്ന് കാണിച്ചു കൊടുത്തു. പിണറായി വിജയൻ ഈ പറഞ്ഞ പോലെ തനിക്ക് ചുറ്റുമുള്ള ഈ ഗൺമാന്മാരുടെ ഇടയിലും ബൗൺസർമാരുടെ ഇടയിലും തനിക്ക് അകമ്പടിയായി വരുന്ന വാഹനങ്ങളുടെ ഇടയിലും ജീവിക്കുന്ന ഒരുത്തനാണ് എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ കാണിച്ചു കൊടുത്തു. എങ്ങനെ കാണിച്ചു കൊടുത്തു?
കാലിക്കറ്റ് സർവകലാശാലയിൽ സംഘടന നടക്കുന്ന സ്ഥലത്ത് നിന്ന് നേരെ ഗവർണർ ഇറങ്ങി വന്നു. എങ്ങോട്ട് ഇറങ്ങി വന്നു? മിഠായി തെരുവെന്ന് പറയുന്ന കോഴിക്കോട്ടെ ഏറ്റവും ജനനിബിഡമായിട്ടുള്ള ആ തെരുവിലേക്ക് അദ്ദേഹം വന്നു. എങ്ങനെ വന്നു? ഒരു സുരക്ഷയുമില്ലാതെ വന്നു. ഒരു സുരക്ഷയുമില്ലാതെ വന്നു എന്ന് പറയുമ്പോൾ ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ഉള്ള ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് ഓർക്കണം. ആ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു തരത്തിലുള്ള സുരക്ഷയും ഇല്ലാതെ ആ ജനനിബിഡമായിട്ടുള്ള മിഠായി തെരുവിലേക്ക് ഇറങ്ങി വന്നു. അവിടുത്തെ ജനങ്ങളുടെ സ്നേഹാദരങ്ങൾ, അവിടുത്തെ ജനങ്ങളുടെ സ്നേഹ ബഹുമാനങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങി. അസാമാന്യ ധൈര്യശാലിയല്ലേ ആണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് നമ്മൾ അംഗീകരിക്കണ്ടേ? കാരണം SFIക്കാർ ഉയർത്തിയ വലിയ സംഘർഷം, ഭീഷണി, തെറിവിളി, അപകീർത്തി, അപമാനം, അതിൻ്റെയൊക്കെ ഇടയിൽ നിന്നാണ് നേരിട്ട് അദ്ദേഹം മിഠായി തെരുവിലേക്ക് ഇറങ്ങി വന്നത്. ഒരുവിധ സുരക്ഷയുമില്ലാതെയാണ് ഇറങ്ങി വന്നത്. അങ്ങനെ വരാൻ ആരെങ്കിലും ധൈര്യപ്പെടുമോ സുഹൃത്തുക്കളെ? ഏതെങ്കിലും ഒരുത്തം വന്ന് എന്തെങ്കിലും അനാവശ്യമായി കാണിച്ചാൽ ഉണ്ടാകുന്നൊരു അപകടം ആലോചിച്ച് നോക്കിയേ. ആ അപകടം കണക്കാക്കിക്കൊണ്ട് ഇത്രയും വലിയൊരു സംഘർഷ ഭൂമിയിൽ നിന്ന് വേറെ ആരെങ്കിലും ഇതുപോലെ മിഠായി തെരുവിലേക്ക് ഒരു സുരക്ഷയുമില്ലാതെ വന്നിറങ്ങാനുള്ള ധൈര്യം കാണിക്കുമോ? അസാമാന്യ ധൈര്യശാലിയല്ലേ ഈ മനുഷ്യൻ. അവിടെ ഇറങ്ങി വന്നു. അവിടെ ഇറങ്ങി വന്ന ആയിരക്കണക്കിന് ജനങ്ങൾ, പ്രത്യേകിച്ചും ബഹുഭൂരിപക്ഷവും ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർ, അവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ ചുറ്റും വന്ന് കുമിഞ്ഞു കൂടുന്നതല്ലേ നമ്മൾ കണ്ടത്. അദ്ദേഹവുമായി വളരെ ഇൻറ്റിമേറ്റായിട്ട് ഇടപെടുന്നതല്ലേ നമ്മൾ കണ്ടത്. ഇൻറ്റിമേറ്റായിട്ട് ഇടപെടുന്നു. കുട്ടികളെ എടുക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, അവരുമായി കുശലം പറയുന്നു. ചെറുപ്പക്കാർ സ്ത്രീകൾ വരുന്നു, അവരോട് അടുത്തുനിന്ന് സംസാരിക്കുന്നു. കടയിലേക്ക് കയറിപ്പോകുന്നു, അലുവ വാങ്ങി തൻ്റെ വായിലേക്ക് വെച്ച് സ്വീകരിക്കുന്നു. അവിടെ നിൽക്കുന്നവർക്ക് അവരെ ആശ്ലേഷിക്കുന്നു, അവരെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ വളരെ ഇൻറ്റിമേറ്റായിട്ടല്ലേ ഏതാണ്ട് 3/4 മണിക്കൂറോളം ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ നീങ്ങിയത്. ഒരുവിധ സുരക്ഷയുമില്ലാതെ നൂറുകണക്കിന് ആളുകളുടെ സ്നേഹാദരങ്ങളും സ്നേഹ ബഹുമാനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടല്ലേ അദ്ദേഹം അവിടെ തുടർന്നത്. അതിലൂടെ അദ്ദേഹം ഒരു സന്ദേശം നൽകി. എന്താ സന്ദേശം നൽകിയത്? ആ സന്ദേശം പിണറായി വിജയന് കൊടുത്ത സന്ദേശമായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഹേ പിണറായി വിജയ, നിങ്ങളെപ്പോലെ ഇതുപോലെ ഈ സുരക്ഷാ കരിമ്പൂച്ചകൾക്കിടയിൽ ജീവിക്കുന്ന ഒരാളല്ല ഞാൻ ജനങ്ങളുടെ ഇടയിലേക്ക് ജീവിക്കുന്നവനാണ്. എനിക്കൊരു സുരക്ഷയും ജനങ്ങളുടെ വേണ്ട. എനിക്ക് ജനങ്ങളുടെ സ്നേഹാദരങ്ങളുണ്ട്, സ്നേഹ ബഹുമാനങ്ങളുണ്ട് എന്ന് പിണറായി വിജയനോട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നെഞ്ചു വിരിച്ചെന്ന് പറയുകയായിരുന്നില്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ മിഠായി തെരുവിൽ ചെയ്തത്. പിണറായി വിജയൻ ഇന്നെന്താ നടത്തിക്കൊണ്ടിരിക്കുന്നത്? നവകേരള യാത്ര എന്ന് പറയുന്ന പഞ്ചനക്ഷത്ര ബസ്സിൽ കരിമ്പൂച്ചകളുടെയും ബൗൺസർമാരുടെയും ഗൺമാന്മാരുടെയും വലയത്തിൽ നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി അദ്ദേഹം യാത്ര തുടരുമ്പോൾ, ഇത് ഒരു പാർട്ടിയും ബൂത്തും ഒരു സംരക്ഷണവും ഒന്നുമില്ലാതെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന വയോവൃദ്ധൻ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം പിണറായി വിജയന് കൊടുത്തൊരു അടിയല്ലേ അത്? ശരിക്കും പിണറായി വിജയൻ എന്താ ഉള്ളത്? പിണറായി വിജയന് പാർട്ടിയുണ്ട്, പിണറായി വിജയന് ഗവൺമെൻറ്റുണ്ട്, പോലീസുണ്ട്, കൊലയാളി സംഘമുണ്ട്, DYFI ഉണ്ട്, SFI ഉണ്ട്, എല്ലാം. ആരിഫ് മുഹമ്മദ് ഖാൻ എന്തുണ്ട്? ആരിഫ് മുഹമ്മദ് ഖാൻ ഒന്നുമില്ല. ആ ഒന്നുമില്ലാത്ത ആരിഫ് മുഹമ്മദ് ഖാൻ താൻ ആരാണെന്ന് പിണറായി വിജയൻ്റെ മുന്നിൽ അൺഈക്വലായി കാണിച്ചു കൊടുക്കുകയല്ലേ ശരിക്കും ആ മിഠായി തെരുവിലൂടെ അദ്ദേഹം ചെയ്തത്. അപ്പോൾ ഇതിലൂടെ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പോരാട്ടത്തിലൂടെ ഉണ്ടായ 2 നേട്ടം എന്താ? ഒന്ന്, SFI എന്ന് പറഞ്ഞ സംഘടന വെറും കടലാസ് സംഘടനയാണെന്ന്, വെറും കീറക്കടലാസാണെന്ന് കാണിച്ചു കൊടുത്തു. SFI എന്ന് പറഞ്ഞ സംഘടനയെ കയ്യിൽ കടലാസായിട്ട് വെച്ചിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞ് ഊതിക്കളയുകയല്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത്. ഒന്ന്. 2, പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഏക ഛത്രാധിപതി ഒന്നുമല്ല എന്ന് കാണിച്ചു കൊടുത്തു. ആ ഛത്രാധിപതി ഇതുപോലെ ഈ കരിമ്പൂച്ചകൾക്കിടയിൽ ജീവിക്കുന്ന ആളാണെന്ന് കാണിച്ചു കൊടുത്തു. അയാൾ കരിമ്പൂച്ചകളുടെ ഇടയിലൂടെ സഞ്ചരിക്കുമ്പോൾ നൂറുകണക്കിന് ജനങ്ങളുടെ വിശ്വാസങ്ങളും സ്നേഹ ബഹുമാനങ്ങളും സ്നേഹാദരങ്ങളും ഏറ്റുവാങ്ങി ആരിഫ് മുഹമ്മദ് ഖാൻ പോയപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി വിജയൻ്റെ മസ്തകത്തിലൊരു അടിയല്ലേ കൊടുത്തത്. അപ്പോൾ അതിലൂടെ ശരിക്കും കേരളത്തിലെ ജനങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത്. ഈ SFIയുടെ അപ്രമാദിത്വത്തിനെതിരായി ഒരാൾ പോരാടാൻ ഉണ്ടായിരിക്കുന്നു എന്ന് ജനങ്ങൾക്കൊരു ആത്മവിശ്വാസം അയാൾ കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ ഛത്രാധിപത്യത്തിനെതിരായി, പിണറായി വിജയൻ്റെ ഏകാധിപത്യത്തിനെതിരായി പോരാടാനും ഒരാളുണ്ട് എന്നുള്ള ആ ഒരു കാര്യവും കൂടി ആരിഫ് മുഹമ്മദ് ഖാൻ കാണിച്ചു കൊടുത്തു. പിണറായി വിജയനെതിരെ എങ്ങനെയാണ് പോരാടേണ്ടതെന്ന് കോൺഗ്രസിനും BJPക്കും ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്തത്. പിണറായി വിജയനെതിരെ എങ്ങനെ പോരാടണമെന്ന് 58 വയസ്സുകാരനായിട്ടുള്ള VD സതീശനെയും 58 വയസ്സുകാരനായിട്ടുള്ള സുരേന്ദ്രനെയും പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത്. അപ്പോൾ അതിലൂടെ
ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന വയോധികനായിട്ടുള്ള കേരളത്തിലെ ഗവർണർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടത്തിയ പോരാട്ടത്തിലൂടെ 2 സന്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകി. അത് രണ്ടും ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന 2 സന്ദേശങ്ങളായിരുന്നു എന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പോരാട്ടം ഏറ്റവും അടുത്തുനിന്ന് വീക്ഷിച്ച ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.